ലോകമെമ്പാടുള്ള മലയാളി പ്രേക്ഷകർക്കും ബിഗ് ബോസ് സീസൺ 1 ക്രിസ്മസ് ദിന ആശംസകൾ. ഇന്നിവിടെ ബിഗ് ബോസ് വീട്ടിൽ ക്രിസ്മസ് സെലിബ്രേഷൻസ് ആണ്. അതിനോടൊപ്പം തന്നെ ഇന്ന് ബിഗ് ബോസ് രണ്ടാഴ്ച കഴിഞ്ഞിരിക്കുകയാണ്. ക്രിസ്മസ് അല്ലേ, ഇന്ന് നമുക്കൊരു അതിഥിയുണ്ട്. ആ അതിഥി മറ്റാരുമല്ല, സാന്റാക്ലോസ് ആണ്. ആ അതിഥി സാന്റാക്ലോസിനെ നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. സാന്റാക്ലോസ്. ഹോ ഹോ ഹോ, ബിഗ് ബോസ് ടീമിനും പിന്നെ മോഹൻലാലിനും എൻ്റെ ക്രിസ്മസ് ദിനാശംസകൾ. ഹോ ഹോ ഹോ, മേരി ക്രിസ്മസ്. സാന്റ, നിങ്ങൾക്കും ക്രിസ്മസ് ദിന ആശംസകൾ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് സാന്റ ഇങ്ങോട്ട് വന്നതിൽ. സാന്റയ്ക്കിനി വീട്ടിലോട്ട് പോകണ്ടേ നമ്മുടെ 10 മത്സരാർത്ഥികളെ കാണാൻ? ഹോ ഹോ ഹോ, തീർച്ചയായിട്ടും എനിക്ക് കാണണം ആ 10 മത്സരാർത്ഥികളെ. ഹോ ഹോ ഹോ. മത്സരാർത്ഥികൾക്കും ബിഗ് ബോസിൻ്റെ ക്രിസ്മസ് ദിന ആശംസകൾ നേരുന്നു. ഈ ക്രിസ്മസിന് ഇന്ന് നിങ്ങൾക്കൊരു അതിഥിയുണ്ട്. Dashing through the snow in a one-horse open sleigh. O'er the fields we go, laughing all the way. Bells on bobtail ring, making spirits bright. What fun it is to ride and sing a sleighing song tonight! Oh, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh! Hey, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh! ഹോ ഹോ ഹോ, 10 മത്സരാർത്ഥികൾക്കും സാന്റയുടെ മേരി ക്രിസ്മസ്. ഹോ ഹോ ഹോ. മേരി ക്രിസ്മസ് സാന്റ. മേരി ക്രിസ്മസ് സാന്റ. ഹോ ഹോ ഹോ, 10 മത്സരാർത്ഥികൾക്കും അങ്ങോട്ടുള്ള ദിവസം നല്ലൊരു ദിവസമായി നേരട്ടെ. പുതിയ വർഷം വരാൻ പോവുകയാണ്. അടുത്ത വർഷം ആരായിരിക്കും ബിഗ് ബോസ് സീസൺ 1 വിജയെന്ന് ഞാനും ഈ ഷോ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാവരും ഇതിൻ്റെ വിജയികൾ തന്നെയായിരിക്കും. എല്ലാവർക്കും നല്ലൊരു നാൾ നേർന്നുകൊണ്ട് തന്നെ ഞാനിതാ പോകുന്നു. ബായ്. അങ്ങനെ സാന്റാക്ലോസ് വീട്ടിലുള്ള 10 മത്സരാർത്ഥികളെ കണ്ടു. അവർക്ക് ക്രിസ്മസ് ആശംസകൾ നൽകി. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ആ 10 മത്സരാർത്ഥികളെ ഒന്ന് കണ്ടിട്ട് വന്നാലോ? ബിഗ് ബോസ്, നമുക്ക് വീട്ടിലേക്ക് പോകാം. എല്ലാവർക്കും ഇരിക്കാം. മേരി ക്രിസ്മസ് ലാലേട്ടാ. മേരി ക്രിസ്മസ് ലാലേട്ടോ. മേരി ക്രിസ്മസ് ലാലേട്ടാ. ഇന്ന് ഇന്ത്യ ഫുൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ഇന്ത്യയല്ല, ഈ ലോകം ഫുൾ ഇന്ന് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അതിനോടൊപ്പം തന്നെ ഇന്ന് ആൾക്കാർക്ക് വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യങ്ങളല്ല. നിങ്ങൾക്ക് 20 ദിനങ്ങളുണ്ട്. 20 ദിനങ്ങളും വളരെ നിർണായകമായ ദിനങ്ങൾ തന്നെ. ഇനി അങ്ങോട്ടുള്ള ദിനങ്ങളും നിങ്ങൾക്ക് നിർണായക ദിനങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ജൂലി ക്രിസ്മസിനെ പറ്റി 2 വാക്ക് പറഞ്ഞേ മോളെ. ഫസ്റ്റ് ഓഫ് ഓൾ ലാലേട്ടനും എല്ലാവർക്കും ഒരു മെരി ക്രിസ്മസ്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ണീശുവിൻ്റെ ബർത്ത്ഡേ ദിൻ ആണ് ആഘോഷിക്കുന്നത്. ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യുന്നു, പുൽക്കൂട് സെറ്റ് ചെയ്യുന്നു, സ്റ്റാർ ഇടുന്നു. ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ക്രിസ്മസിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ. പിന്നെ ഗെയിംസ് കളിക്കുന്നു, ലൈക്ക് സീക്രട്ട് സാന്റ, എല്ലാവരും ചേരുന്നു, ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യുന്നു. ഇതൊക്കെയാണ് നമ്മളുടെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ. ജൂലി മോൾക്ക് ഇരിക്കാനാണ്. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് കൂടുതൽ വാശിയേറുന്നതായിരിക്കും. അപ്പോൾ അടുത്ത 3rd വീക്കാണ് നടക്കാൻ പോകുന്നത്. അപ്പം 3rd വീക്കിലെ ക്യാപ്റ്റൻ ആരാണ്? ഓഗിയല്ലേ 2nd വീക്ക് ക്യാപ്റ്റൻ. ഓഗി ആരെയാണ് ക്യാപ്റ്റനായിട്ട് പറയുന്നത്? ലാലേട്ടാ, ഞാൻ പറയുന്നത് മറ്റാരെയല്ല, വാൾട്ടറിനെയാണ്. കാരണം വാൾട്ടർ 2 ആഴ്ച നോമിനേഷനിൽ വന്നിട്ടുള്ളവനാണ്. അവൻ 2 ആഴ്ച അവൻ വന്നു. പക്ഷെ അവൻ അതിൽ നിന്നും മെക്കസ് എവിടെ? എനിക്ക് തോന്നുന്നു അവൻ ക്യാപ്റ്റൻ, അവൻ കുറച്ചും പിന്നെ അവൻ നല്ല ഗെയിമറുമാണ് ലാലേട്ടാ. അപ്പം
വാൾട്ടറാണ് അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻ. തേർഡ് വീക്ക് ക്യാപ്റ്റനായി വാൾട്ടറിനെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നന്ദിയുണ്ട് ലാലേട്ടാ, എന്നെ അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റനായിട്ട് നിയോഗിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. വാൾട്ടർ മോനെ, എനിക്കൊരു കാര്യം ചോദിക്കാനായിട്ടുണ്ട്. അടുത്ത ആഴ്ച ഒരു നോമിനേഷനുണ്ട്. ആ നോമിനേഷനിൽ മോൻ ബാക്കിയുള്ള മത്സരാർത്ഥികളിൽ ആരെ സേഫ് ആക്കുമെന്ന് പറഞ്ഞു. സേഫ് ആക്കും. ലാലേട്ടാ ഞാൻ പറയുമ്പോൾ മറ്റൊരു പേരുമല്ല, ഞാൻ ഓഗിയാണ്. ഞാൻ ഓഗിയുടെ പേരാണ് പറയുന്നത്, കാരണം അവൻ നല്ലൊരു ഗെയിമറാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവൻ്റെ പേരാണ് ലാലേട്ടാ പറയുന്നത്. അപ്പം നമുക്കിനി അടുത്ത ആഴ്ച കാണാം. എല്ലാവരും നല്ലവർ. ഈ ആഴ്ച നിങ്ങൾക്ക് ചിലപ്പോൾ ബേബി ഹോട്ടലുണ്ടായിരിക്കുന്നതായിരിക്കും. എല്ലാവരും മാനേജർ മറ്റായിരിക്കില്ല, വാൾട്ടർ തന്നെയായിരിക്കും മാനേജർ. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ ബിഗ് ബോസ് നിങ്ങളോട് വഴിയെ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ. ബൈ ലാലേട്ടാ. ബൈ ലാലേട്ടാ. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ആഴ്ച കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.